പവർ കേബിൾ വിലതല്ല KCB ഇത് ടെലികമ്മ്യൂണിക്കേഷൻ സർ മോഡൽ ചെറുത് ഇത് വലുതെല്ലാം KCB. ഇല്ല പിന്നെ ഇതിൽ വേറെ ഇതില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും മാത്രം ഇതില്ലേ ഏതെങ്കിലും അവിടെ നിന്ന് ഓരോ പോയിന്റിൽ കൊടുത്തു പില്ലറായിട്ട് കൊടുത്തു ഡി കണ്ടീഷൻ അവിടെ നിന്ന് ആവശ്യമില്ല. മൊത്തം എങ്ങനെയാക്കണം എല്ലാത്തിനും ലാഭം. ഫോറിൻ കൺട്രീസ് എല്ലാം കംപ്ലീറ്റ് ഒരു സൈഡിൽ ഇതിപ്പോൾ വാട്ടർ സപ്ലൈ ഇലക്ട്രിസിറ്റി പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സ്കീം. നമ്മൾ ഈ കുഴിക്കൽ നിൽക്കുമല്ലോ കണ്ടുപിടിക്കാൻ പറ്റാതെ കിടന്നു ഓടും ഡാമേജ് ആവും. പിന്നീട് കയറിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു സാനിറ്റ് ഫില്ല് ചെയ്തത് സാനിറ്റ് ഇടയ്ക്കുള്ള വാട്ടർ ചെയ്ത് കോമ്പാക്റ്റഡ് ആകും. കഴിഞ്ഞിട്ടുണ്ട് 13 മുകളിൽ ഇനിയും അവിടെ വീണുണ്ട് കേട്ടോ. നേരെ വൈദ്യുതി ലൈനിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് മൊത്തേ പിന്നെ VGT യഥാർത്ഥത്തിൽ മാസ്റ്റർ പ്ലാൻ സ്റ്റേറ്റിൽ മൊത്തം വൈദ്യുതി വാട്ടർ സപ്ലൈ ഒക്കെ റോഡിൻ്റെ യൂട്ടിലിറ്റി അല്ലേ അങ്ങനെയല്ല പ്രശ്നമില്ല. നല്ലതാണ് എല്ലാ പ്രതീക്ഷയും. അഞ്ചിനോട് അതെ സഹായം ചെയ്ത് കൊടുക്കുകയാണ് പുള്ളിക്ക്. എല്ലാ സഹായം കാര്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ കാര്യവും പഠിച്ചു വെച്ചിട്ടുണ്ട്. ചൂരൽ കയ്യിൽ വെച്ചാണ് കൂടി
പൈപ്പ് കൂടി വന്നിട്ടാണ് അല്ലല്ല ഇത് കേബിള് ഇലക്ട്രിക് കേബിള് വാട്ടർ പൈപ്പ് ബാബു ഇപ്പുറത്ത് ഇനി ഇതുപോലെ കുഴിക്കും ഇതിനകത്ത് ഈ കേബിള് മറ്റേ കേബിളുകൾ കയറും ഇതിനകത്ത് ക്രോസ് ചെയ്ത് വാട്ടർ ലൈനോ അല്ലേ വാട്ടർ ലൈനോ അല്ല ഭയങ്കര പ്രൈവറ്റ് കണക്ഷൻ ഉണ്ടാവില്ലാതായിരിക്കും ക്വാളിറ്റി വർക്ക് ചെയ്യും. ആദ്യം കുറച്ചൊക്കെ പൈസ പോകും ആൾ കൂടെ മന്ത്രി നിങ്ങളെ കാണാനാ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അതിൽ ഇത്രയും സമയം ഇവിടെ നിന്നത് മേയറും ചെയർമാനും ഇന്നലെയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ പിന്നെ നമ്മളെ എത്ര മണി വരെ ചെയ്യും ഇത് വെളുക്കുന്നില്ലേ ഓയിലില്ലേ ഓയിലടുത്ത ബാറ്റ് കുറച്ചു നേരം കിടന്നിട്ട് നമ്മുടെ തലസ്ഥാനത്തെ റോഡുകൾ സ്മാർട്ട് സിറ്റി ഏറ്റെടുത്തത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. പക്ഷേ പ്രധാന കരാറുകാരൻ അതിൽ നിരുത്തരവാദിത്വ സമീപനം സ്വീകരിച്ചു. ഗവൺമെൻറ് നിരവധി തവണ കരാറുകാരനുമായി സംസാരിച്ചു, പക്ഷേ തിരുത്താൻ തയ്യാറായില്ല. പിന്നെ സംഭവിച്ചതൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൽ സ്മാർട്ട് സിറ്റി നേരിട്ട് നടത്തുന്ന റോഡുമുണ്ട്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള KRFB റോഡുകളുമുണ്ട്. എല്ലാ റോഡുകളും ഒരു കരാറുകാരൻ ഏറ്റെടുത്ത് നിരുത്തരവാദിത്വ സമീപനം സ്വീകരിച്ചത് മൊത്തത്തിൽ ബാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു. വിവിധ റോഡുകൾ ഞങ്ങൾ ആലോചിച്ചു, റീടെൻഡർ ചെയ്തു. സർക്കാർ, കോർപ്പറേഷൻ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. അതാണ് നല്ലത് പൊതുവെ. എന്നാൽ ഓരോ റോഡും അതിൻ്റേതായ വേഗത്തിൽ പ്രവൃത്തി നടക്കും. തുടർച്ചയായ മോണിറ്ററിങ് ഞങ്ങളെല്ലാവരും നടത്തി. ഒരു ടീമായി നിന്നു, മോണിറ്ററിങ് നടത്തി. അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല, 27 റോഡുകൾ DBM ചെയ്ത് തുറന്നു കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയത് വലിയ ആശ്വാസമായി മാറി. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം നേരിടുന്ന ഇടമാണിത്. നമുക്കറിയാം, ജനറൽ ഹോസ്പിറ്റൽ വഞ്ചിയൂർ റോഡ്, ഇത് പ്രധാന ആശുപത്രി ഉൾപ്പെടെ കോടതി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള റോഡാണ്. 705 മീറ്ററാണ് സ്മാർട്ട് റോഡ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈദ്യുതി കണക്ഷൻ, അതുപോലെ തന്നെ മറ്റ് വാട്ടർ സപ്ലൈ എല്ലാം റോഡിന് അടിയിലൂടെയാണ് 3 ലെയറുകളായിട്ട് പോകുന്നു, കേബിൾ ഇട്ട് പോകുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പൊതുവേ ചർച്ച ചെയ്യുന്നൊരു കാര്യം, റോഡ് ടാർ ചെയ്തതിന് ശേഷം റോഡ് കുടിവെള്ളത്തിന് വേണ്ടി മുറിക്കുന്നത്, അല്ലെങ്കിൽ വൈദ്യുതി ലൈനിന് വേണ്ടി, പോസ്റ്റിന് വേണ്ടി കുഴിക്കുന്നതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ സ്മാർട്ട് റോഡിൻ്റെ പ്രത്യേകത ഇതൊക്കെ ആദ്യം തന്നെ അടിയിലൂടെ ഡക്റ്റുകൾ എന്നുള്ള നിലയിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ദീർഘകാലത്തെ ആവശ്യമാണ്, അത് പരിഹരിക്കാനാകും. അതിൽ ഒരുപാട് സൗകര്യങ്ങൾ ഇത് ഒരുക്കുന്നു. 2 വശങ്ങളിലും ഓടകൾ പുനർനിർമ്മിക്കുക, ഈ അണ്ടർഗ്രൗണ്ട് ആക്കുന്നതിന് ഭാഗമായി പവർ ഡക്റ്റ് സ്ഥാപിക്കാൻ 1.5 മീറ്ററോളം വീതിയിലും 2 മീറ്ററോളം താഴ്ചയിൽ കിടങ്ങുകൾ ഉണ്ടാക്കി ഡക്റ്റുകൾ സ്ഥാപിച്ച ശേഷം
കിടങ്ങുകൾ മൂടി കോമ്പാക്ട് ചെയ്യുക. ഇപ്പോൾ യൂട്ടിലിറ്റി ലൈനുകളുടെ പരിശോധനയ്ക്കും മെയിൻ്റെനൻസിനുമായി ഇപ്പോൾ പൊതുവേ 20-ൽ പരം ചേംബറുകൾ നിർമ്മാണം നടത്തുന്നു. പൊതുമരാമത്ത് സെക്രട്ടറി ഇവിടെ അല്ലേ ഇവിടെ? ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥരാണ്, അതുപോലെ ചീഫ് എഞ്ചിനീയർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ, അതുപോലെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ടവർ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഇത് വളരെ നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നു. ഈ കിടങ്ങുകൾ എടുത്ത് 300 mm DL വാട്ടർ മെയിൻ ലൈനും 2 വശങ്ങളിൽ PVC കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കൽ, വാട്ടർ അതോറിറ്റി മുഖേന 2 വശങ്ങളിൽ പുതിയ സിവറേജ് ലൈൻ സ്ഥാപിക്കുക, നിലവിലെ റോഡ് പ്രതലം എടുത്തു മാറ്റി GSB, വെറ്റ് മിക്സ്, BMNBC ലെയറുകൾ കൊണ്ട് റോഡ് പുനർനിർമ്മിക്കുക. അങ്ങനെ പുനർനിർമ്മിച്ച ഒരു 6-7 കൊല്ലത്തേക്ക് വേറെ കുഴപ്പം വരില്ല. BMNBCൻ്റെ പ്രത്യേകത ഇതാണ്, ചെലവ് കൂടുതലാണ്. സാധാരണ 1 കിലോമീറ്റർ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ BMNBC ആണെങ്കിൽ 50 ലക്ഷത്തിലധികം രൂപയാണ് അധികം ചെലവ്. പക്ഷേ ദീർഘകാലം നിൽക്കും. ഇപ്പോൾ DLP പീരീഡ് തന്നെ സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റിന് 2 വർഷമാണെങ്കിൽ BMNBC 3 വർഷമല്ലേ? 3 വർഷമാണ്. യഥാർത്ഥം 3 പോരാ. PWD മാനുവലിൽ മറ്റു മാനുവലുകളിൽ എഴുതി വെച്ചാണ്. ഒരു 5-6 വർഷത്തേക്ക് ഒരു കുഴപ്പവും വരില്ല. 10-12 വർഷം BMNBC റോഡുകൾ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ BMNBC റോഡുകളായി മാറുന്നു. ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ കൈവരികൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് കേബിളുകൾ സ്ഥാപിക്കുക അണ്ടർഗ്രൗണ്ടിൽ. ഇലക്ട്രിസിറ്റി സപ്ലൈക്ക് ആവശ്യമായ കോമ്പാക്ട് സബ്സ്റ്റേഷനുകൾ, ഫീഡർ പില്ലറുകൾ സ്ഥാപിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക. വീടുകളിലേക്കും മറ്റും സർവീസ് കണക്ഷനുകൾ, ഇപ്പോൾ വാട്ടർ, ഇലക്ട്രിസിറ്റി, കുടിവെള്ളവും വൈദ്യുതിയും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ നൽകാൻ റോഡ് കീറേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെയുള്ള കരാറുകാരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പവർ ഡക്റ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തകർന്ന റോഡ് കഴിഞ്ഞ 2-2.5 വർഷമായി അത്യാവശ്യം അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നൊരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ തുടർന്ന് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചു. ഈ നവംബർ മാസം അതിൻ്റെ കാര്യങ്ങൾ ഏർപ്പെടുത്തി. എന്നാലും ഡിസംബർ 2023 ഇത് ആരംഭിച്ചത്. പ്രവൃത്തി തുടങ്ങി. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നു, ഞങ്ങൾ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നു, KRFB പ്രത്യേകം ശ്രദ്ധിക്കുന്നു, കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരു ടീമായി നിന്ന് ശ്രദ്ധിക്കുന്നു. ഇവിടുത്തെ സ്ഥലം MLA, മുൻ മന്ത്രി, ഇതിൻ്റെ പ്രവൃത്തി ശ്രീ ആന്റണി രാജു കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ ഇതിനെക്കുറിച്ച് കൃത്യമായി ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് റിവ്യൂ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ഇതിൽ ആവശ്യമുള്ള താഴ്ചയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിച്ചിട്ടുള്ള ഹൈടെൻഷൻ വൈദ്യുതി കേബിളുകൾ, കുടിവെള്ള പൈപ്പുകൾ, അതിന് ഉണ്ടാകുന്ന തകരാറുകൾ പണിയുടെ പുരോഗതിയെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മീറ്റിങ്ങിൽ. കൂടാതെ ഈ പറഞ്ഞ പ്രവൃത്തികൾ സുഗമമായി നടപ്പിലാക്കാൻ ഗതാഗതം യഥാർത്ഥത്തിൽ പൂർണ്ണമായി നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ്. നമുക്കറിയാം 2 വശത്തും വേണം. പക്ഷേ ഈ നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ടതും 5000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, വിവിധ ട്രെയിനിങ് സെൻ്ററുകൾ, ഹോസ്പിറ്റൽ, വളരെ പഴയ ഹോസ്പിറ്റലാണ്, കോടതി നിങ്ങൾക്കറിയാം, എന്നിവ ഈ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായി നിർത്തി റോഡ് പ്രവൃത്തി നടത്തുക എന്നുള്ളത് കുറച്ച് പ്രയാസം സൃഷ്ടിക്കും. നമുക്കറിയാം, ഒരു പ്രയാസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരെയും സ്കൂൾ അധികാരികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാര സ്ഥാപന പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ സ്കൂളിൻ്റെയും മറ്റു സഹകരണത്താൽ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ അവർ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തും താമസിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിൽ സഹകരിച്ചു നിന്നു. ഇവിടെ സ്കൂളിൻ്റെ സഹകരണത്താൽ കുട്ടികളെ സ്കൂളിൻ്റെ തന്നെ വേറെ ഗ്രൗണ്ട്, LPS ഗ്രൗണ്ടിൽ ഇറക്കി കോൺവെന്റ് റോഡ് വഴി വശത്തുള്ള ചെറിയ ഗേറ്റിൽ കൂടി സഞ്ചരിക്കുവാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ മറ്റ് മെയിൻ ഗേറ്റിൻ്റെ ഭാഗം ശരിയായ ശേഷം മാത്രം ഈ ഭാഗത്തെ നടപ്പാതക്കായി ഒഴിച്ചിട്ട ഭാഗം കട്ടിംഗ് നടത്താവൂ എന്നാണ് തീരുമാനിച്ചത്. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ സൗകര്യാർത്ഥം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ ഈ ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്തെ ഫ്രഞ്ചിൽ പവർ ഡക്റ്റുകൾ ഇട്ട് മൂടിയ ശേഷം ആംബുലൻസിന് പോകാൻ സൗകര്യമുണ്ടാക്കിയതിനു ശേഷം തുടർ കട്ടിംഗ് നടത്താമെന്നും തീരുമാനിച്ചു. ഇനി ഈ തീരുമാനം പ്രവർത്തികൾ നിലവിൽ പുരോഗമിച്ചു വരുന്നു. ഇപ്പോൾ പ്രവൃത്തി വേഗത്തിൽ പോകുന്നു. എത്രയും വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ ആദ്യം തന്നെ ഇത് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. അത് ആ നിലയിലുള്ള ഒരു ടീം വർക്കാണ് ഇപ്പോൾ നടത്തി വരുന്നത്. എല്ലാവരും സഹകരിക്കുന്നു. ഇതിൻ്റെ തൊഴിലാളികൾ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഉറക്കൊഴിച്ച് പുലർച്ചെ
വരെ ഇവിടെ നിൽക്കുകയാണ്. രാവിലെ പിന്നെ ഒന്ന് പോയി തിരിച്ച് പിന്നെയും വന്ന് ജോലി ചെയ്യുക. അപ്പം വേറെ ടീം വരുന്നു. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നു. ഉദ്യോഗസ്ഥർ ഫീൽഡിൽ തന്നെയാണ്. ഫീൽഡിൽ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ നിന്ന് വർക്ക് പരിശോധിച്ച് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടെ ഇവിടെ വരുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളെ വിളിക്കും, ചില സമയത്ത് നിങ്ങളെ വിളിക്കാതെ വരും. എന്തായാലും രാത്രി ഒഴിവ് കിട്ടിയ സമയത്ത് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തികൾ ഒക്കെ എന്ത് സഹായമോ സഹകരണമോ ഒക്കെ വേണമെങ്കിൽ ആ നിലയിൽ ഇടപെടുന്നു. എല്ലാവരും ടീമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം തിരുവനന്തപുരം നഗരത്തിന് ഭാവിയിൽ ഉണ്ടാകും. അത് നമുക്ക് ആ നിലയിൽ തന്നെ തുടർന്ന് പോകാനാകും. രണ്ട് ഇതായിട്ടാണ് ഞാൻ കഴിഞ്ഞതിൽ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. രണ്ട് രീതിയിലാണ്. ഇപ്പോൾ മാനവീയവും കലാമണി റോഡും തുറന്നു, ബാക്കി റോഡുകൾ പ്രവൃത്തി നടക്കുന്നു. അതിൽ ഈ റോഡ് ഉൾപ്പെടെ ഏപ്രിൽ ആദ്യത്തോടു കൂടി നമുക്ക് തുറന്നു കൊടുക്കാനാകും. പിന്നെ DBM ചെയ്യുന്ന റോഡുകളുണ്ട്, 28 റോഡുണ്ട്. ആ 28 റോഡ് യഥാർത്ഥത്തിൽ ഫെബ്രുവരി അവസാനം എന്നായിരുന്നു നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് 20-ന് മുമ്പ് തന്നെ അതിൽ 27 റോഡുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റുകാൽ പൊങ്കാല മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്ന ഇവിടെ വലിയ തിരക്കും കാര്യവും റോഡ് ആവശ്യകതയുണ്ട്. അതിനൊക്കെ പരിഹാരമാകാൻ വേണ്ടി പറ്റും. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി നടന്നത്. 24/7 എന്നുള്ളതിലാണ് വർക്ക് കിടക്കുന്നത്. രാത്രിയും വർക്ക് കിടക്കുന്നുണ്ട്. എല്ലാ നിലയിലും പറ്റും. എല്ലാ ദിവസവും ഞങ്ങൾ പരമാവധി രാത്രിയും ഇതുപോലെ പ്രവൃത്തി നടക്കുന്നിടത്ത് വരികയും കാര്യങ്ങൾ പരിശോധിക്കുകയും എന്തെങ്കിലും കൂടുതൽ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ഇവിടെ